എനിക്ക് ചെറുപ്പം മുതൽ തന്നെ രാത്രികളെ പേടിയായിരുന്നു എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ രാത്രികൾ എനിക്ക് ഇഷ്ടമായിരുന്നില്ല. കാരണം രാത്രിയിൽ ശബ്ദങ്ങൾ സംസാരിക്കും, നിഴലുകൾ നീങ്ങും, വായു പോലും നിശബ്ദമായി ശ്വാസമെടുക്കും. അത് കേൾക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് അർദ്ധരാത്രി കഴിഞ്ഞാൽ, വീട്ടിലെ എല്ലാവരും ഉറങ്ങുമ്പോൾ, ഞാൻ മാത്രം ഉണർന്നിരിക്കുമ്പോൾ ആ നിശബ്ദത എന്റെ ചെവിയിൽ കുറുകിക്കയറും. ഞങ്ങളുടെ വീട് ഗ്രാമത്തിന്റെ അറ്റത്താണ്. ചുറ്റും പാടങ്ങളും കാട്ടുപൊന്തകളും, പിന്നെ വീടിൻ പിന്നിൽ പഴയ ഒരു കുളവും. ആ കുളത്തെക്കുറിച്ച് അമ്മ പറഞ്ഞ കഥകൾ കേട്ടാണ് ഞാൻ വളർന്നത്. രാത്രി കുളത്തിലേക്ക് നോക്കരുത് എന്ന അമ്മയുടെ മുന്നറിയിപ്പ് ഞാൻ പലപ്പോഴും അവഗണിച്ചിരുന്നു. കാരണം ഭയം എന്നൊരു കാര്യം എനിക്ക് അന്നില്ലായിരുന്നു. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ വിശ്വസിച്ചു. അന്നത്തെ രാത്രി ഞാൻ ഒരിക്കലും മറക്കില്ല. കാരണം അന്നു മുതലാണ് ഞാൻ ഒറ്റയ്ക്കല്ലെന്ന് മനസ്സിലാക്കിയത്. വൈദ്യുതി പോയിരുന്നു, മഴ പെയ്തിരുന്നില്ല, പക്ഷേ വായുവിൽ ഒരു തണുപ്പ് ഉണ്ടായിരുന്നു. അസ്വാഭാവികമായ ഒരു തണുപ്പ്. ജനൽ തുറന്നിട്ടും കാറ്റില്ല, പക്ഷേ എന്റെ കഴുത്തിന് പിന്നിലൂടെ ആരോ വിരൽ ഓടിക്കുന്നതുപോലെ തണുപ്പ് കയറി വരികയായിരുന്നു. ഞാൻ അതിനെ അവഗണിച്ചു. മനസ്കളിയാക്കുന്നതാണെന്ന് കരുതി. അപ്പോഴാണ് ഞാൻ നിലവിളി കേട്ടത്. ഉച്ചത്തിലുള്ള നിലവിളിയല്ല, വളരെ താഴ്ന്ന, പതിഞ്ഞ, സ്ത്രീ ശബ്ദം പോലുള്ള ഒരു വിളി. എന്റെ പേര് വിളിക്കുന്നില്ല, പക്ഷേ എനിക്കായി തന്നെ ഉണ്ടാക്കിയ ശബ്ദം പോലെ, എന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കയറുന്ന ശബ്ദം. ഞാൻ എഴുന്നേറ്റ് ഇരുന്നു, ചെവി കൂർപ്പിച്ചു, വീണ്ടും കേൾക്കാൻ ശ്രമിച്ചു, പക്ഷേ ഒന്നുമില്ല. ഇതെന്റെ തോന്നലാണ് എന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. പക്ഷേ അപ്പോഴാണ് കിടക്കയുടെ അടിയിൽ നിന്ന് ശ്വാസമെടുക്കുന്ന ശബ്ദം കേട്ടത്. മനുഷ്യന്റെ ശ്വാസമല്ല, മൃഗത്തിന്റെതുമല്ല, ഇടയ്ക്ക് നിൽക്കുന്ന, ഇടയ്ക്ക് വേഗം കൂടുന്ന, ആരോ ദീർഘകാലം കരഞ്ഞ ശേഷം ശ്വാസം എടുക്കുന്നതുപോലെ. എന്റെ ശരീരം മുഴുവൻ വിയർപ്പിൽ മൂടപ്പെട്ടു. ഞാൻ അനങ്ങാതെ ഇരുന്നു, കാരണം ആ നിമിഷം ഞാൻ അനങ്ങിയാൽ എന്തോ ഭീകരം സംഭവിക്കും എന്നൊരു ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. എന്റെ കണ്ണുകൾ പതുക്കെ കിടക്കയുടെ അടിയിലേക്ക് പോയി. അവിടെ ഒന്നുമില്ല. പക്ഷേ ഒന്നുമില്ലായ്മ തന്നെയാണ് ഭയം. അപ്പോഴാണ് എന്റെ ചെവിക്കരികിൽ ആരോ നിശബ്ദമായി ചിരിച്ചത്. ചെറുതായി, വളരെ മന്ദമായി, ഒരു സ്ത്രീയുടെ ചിരി, പക്ഷേ സന്തോഷമുള്ളതല്ല. നീണ്ട വർഷങ്ങളായി കാത്തിരുന്ന ഒരാളുടെ ചിരി പോലെ. നീ എന്നെ കണ്ടില്ലല്ലോ എന്ന് പറയുന്ന ചിരി പോലെ. ഞാൻ ഉറക്കെ വിളിക്കാനായി വായ തുറന്നപ്പോൾ എന്റെ ശബ്ദം പുറത്തുവന്നില്ല. നാവ് മരവിച്ചു പോയിരുന്നു. കൈകാലുകൾ അനങ്ങുന്നില്ല. എന്റെ നെഞ്ചിന്മേൽ ആരോ ഇരിക്കുന്നതുപോലെ. ശ്വാസം മുട്ടി, കണ്ണുകൾ നിറഞ്ഞു. അപ്പോഴാണ് ഞാൻ അവളെ കണ്ടത്. കണ്ണാടി അലമാരയുടെ പ്രതിഫലനത്തിൽ. എന്റെ പിന്നിൽ. മുടി നീളമുള്ള, ചിതറിക്കിടക്കുന്ന, മുഖം പകുതി മറഞ്ഞ, വെളുത്ത നിറമുള്ള ഒരു സ്ത്രീ. കണ്ണുകൾ കറുപ്പല്ല, അതിലപ്പുറം കുഴികൾ പോലെ. അവൾ എന്നെ നോക്കിയില്ല, അവൾ എന്റെ ഉള്ളിലേക്ക് നോക്കി. അവളുടെ ചുണ്ടുകൾ നീങ്ങി. ശബ്ദമില്ലാതെ. എന്നാൽ എന്റെ തലക്കുള്ളിൽ ഞാൻ അത് കേട്ടു. നീ ഒറ്റയ്ക്കല്ല. അടുത്ത നിമിഷം എല്ലാം സാധാരണയായി. ഫാൻ തിരിഞ്ഞു, ലൈറ്റ് വന്നു, ശബ്ദങ്ങൾ മടങ്ങി. പക്ഷേ അവൾ പോയില്ല എന്ന് എനിക്ക് അറിയാമായിരുന്നു. കാരണം എന്റെ ചെവിക്കരികിൽ ഇപ്പോഴും അവളുടെ ശ്വാസം ഉണ്ടായിരുന്നു. അന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ചില രാത്രികളിൽ, ചില വീടുകളിൽ, ചില മനുഷ്യരുടെ കൂടെ ഒരാൾ കൂടെയുണ്ടാകും. നിനക്കിപ്പോൾ വായിക്കുമ്പോൾ നിന്റെ പിന്നിൽ ഒരു നിഴൽ നീങ്ങിയതായി തോന്നിയില്ലേ? അത് വെറും തോന്നലല്ല. ആ രാത്രിക്ക് ശേഷം ഞാൻ ഉറങ്ങാൻ തുടങ്ങി. പക്ഷേ ഉറക്കം എന്നൊന്ന് എനിക്ക് ഉണ്ടായിരുന്നില്ല. കണ്ണടച്ചാൽ അവൾ വരും, കണ്ണു തുറന്നാൽ അവൾ പോയിട്ടില്ലെന്നൊരു ബോധം. പകൽ സമയം എല്ലാം സാധാരണമായിരുന്നു. ആളുകൾ സംസാരിക്കും, കോഴികൾ കൂകും, കുട്ടികൾ ഓടും. പക്ഷേ അവരുടെ ഇടയിൽ നിന്നുകൊണ്ടുപോലും ഞാൻ ഒറ്റയ്ക്കായിരുന്നു. കാരണം അവർ ആരും കാണാത്ത ഒരാൾ എപ്പോഴും എന്റെ കൂടെയുണ്ടായിരുന്നു. അവൾ എന്നോട് സംസാരിച്ചിരുന്നില്ല, ശബ്ദത്തോടെ അല്ല, എന്റെ ചിന്തകളുടെ ഇടയിൽ അവളുടെ വാക്കുകൾ പതിഞ്ഞുവരുമായിരുന്നു. ആദ്യം അത് എന്റെ സ്വന്തം ചിന്തകളാണെന്ന് കരുതി. പക്ഷേ ചില ചിന്തകൾ എനിക്കറിയാത്ത കാര്യങ്ങൾ പറയാൻ തുടങ്ങി. കുളത്തിലേക്ക് പോകൂ. ആ ശബ്ദം ആദ്യമായി വന്ന ദിവസം ഞാൻ നടുങ്ങി. കാരണം അമ്മ പറഞ്ഞ എല്ലാ കഥകളും എന്റെ മനസ്സിൽ വന്നു. കുളത്തിൽ മരിച്ച പെൺകുട്ടി, രാത്രിയിൽ വിളിക്കുന്ന ശബ്ദം, വെള്ളത്തിനടിയിൽ നിന്ന് കൈ നീട്ടുന്ന നിഴൽ. പക്ഷേ അതെല്ലാം ഗ്രാമകഥകളാണെന്ന് ഞാൻ എന്നെ തന്നെ വിശ്വസിപ്പിച്ചു. പക്ഷേ അവൾ വീണ്ടും പറഞ്ഞു. അവിടെ നിന്നാണ് ഞാൻ വന്നത്. അന്ന് സന്ധ്യയ്ക്ക്, സൂര്യൻ അസ്തമിക്കുമ്പോൾ, ആകാശം ചുവന്ന നിറത്തിൽ കത്തുമ്പോൾ, എനിക്ക് അറിയാമായിരുന്നു ഞാൻ പോകും എന്ന്. എന്റെ കാലുകൾ എന്റെ നിയന്ത്രണത്തിലായിരുന്നില്ല. ഞാൻ കുളത്തിനരികിലേക്ക് നടന്നു. ചുറ്റും ആരുമില്ല. പക്ഷേ എന്റെ പുറകിൽ കാലടി ശബ്ദം ഉണ്ടായിരുന്നു. ഞാൻ തിരിഞ്ഞു നോക്കിയില്ല, കാരണം തിരിഞ്ഞാൽ അവൾ മുന്നിൽ നിൽക്കും എന്നുറപ്പുണ്ടായിരുന്നു. കുളം വളരെ ശാന്തമായിരുന്നു. വെള്ളം അനങ്ങുന്നില്ല, കാറ്റില്ല. പക്ഷേ വെള്ളത്തിന്റെ നടുവിൽ ഒരു വൃത്തം പോലെ ചെറിയ തിരമാലകൾ. ആരോ അടിയിലിരുന്നു ശ്വാസമെടുക്കുന്നതുപോലെ. എന്റെ നെഞ്ച് ഇടിച്ചു, കണ്ണുകൾ വെള്ളത്തിലേക്ക് പതിഞ്ഞു. അപ്പോഴാണ് പ്രതിഫലനം മാറിയത്. എന്റെ മുഖമല്ല, അവളുടെ മുഖം. വെള്ളത്തിനടിയിൽ നിന്നുകൊണ്ട് അവൾ എന്നെ നോക്കി. മുടി വെള്ളത്തിൽ പടർന്ന്, കണ്ണുകൾ തുറന്നില്ല. പക്ഷേ അവൾ എന്നെ കണ്ടു. കാരണം എന്റെ ഉള്ളിൽ ഒരു വേദന കയറി, ആരോ എന്റെ ഹൃദയം പിടിച്ചു കീറുന്നതുപോലെ. അപ്പോഴാണ് അവളുടെ കഥ എന്റെ തലക്കുള്ളിൽ ഒഴുകിയെത്തിയത്.
അവൾ ഇവിടെ ജനിച്ചതാണ്. ഈ ഗ്രാമത്തിൽ. അവൾ സുന്ദരിയായിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷേ സുന്ദരിയാകുന്നത് അവൾക്കുള്ള ശാപമായിരുന്നു. രാത്രി ഒളിച്ചോടിയെന്നാരോപിച്ച് ആരും കേൾക്കാതെ, ആരും ചോദിക്കാതെ അവളെ കുളത്തിനരികെ കൊണ്ടുവന്ന് കല്ലുകെട്ടി വെള്ളത്തിലേക്ക് തള്ളിയിട്ടു. അവൾ കരഞ്ഞു, വിളിച്ചു. പക്ഷേ വെള്ളം എല്ലാം കുടിച്ചു. അവളുടെ ശ്വാസം, അവളുടെ ശബ്ദം, അവളുടെ ജീവിതം. അന്നുമുതൽ അവൾ ഇവിടെ തന്നെയുണ്ട്, കുളത്തിനടിയിൽ അല്ല, ഈ ഗ്രാമത്തിന്റെ ഓരോ നിഴലിലും, ഓരോ രാത്രിയിലും. പക്ഷേ അവൾക്ക് കയറിപ്പറ്റാൻ ഒരാൾ വേണം, സംസാരിക്കാൻ ഒരു മനസ്സ് വേണം, കാണാൻ ഒരു കണ്ണ് വേണം. അത് ഞാൻ ആയിരുന്നു. നീ എന്നെ കേൾക്കുന്നു, അവൾ പറഞ്ഞു. അതുകൊണ്ടാണ് നീ തിരഞ്ഞെടുത്തത്. ഞാൻ കരഞ്ഞു, പോകാൻ ശ്രമിച്ചു. പക്ഷേ എന്റെ കാലുകൾ വെള്ളത്തിൽ നനഞ്ഞിരുന്നു. എപ്പോഴാണ് ഞാൻ കുളത്തിനുള്ളിൽ കയറിയത് എന്നെനിക്ക് അറിയില്ല. വെള്ളം എന്റെ മുട്ടവരെ, പിന്നെ അരവരെ, തണുപ്പ് അസ്ഥിയിലേക്ക് കയറി. അപ്പോഴാണ് എന്റെ കൈയിൽ ആരോ പിടിച്ചത്. വെള്ളത്തിനടിയിൽ നിന്ന്. മനുഷ്യന്റെ കൈയല്ല. വളരെ തണുത്ത, നീണ്ട വിരലുകൾ, എന്റെ ചർമ്മത്തിനുള്ളിലൂടെ കയറുന്ന പിടി. എന്റെ തലക്കുള്ളിൽ അവളുടെ ശബ്ദം മുഴങ്ങി. നീ എന്നെ വിട്ടുപോകില്ല. ഞാൻ ശക്തിയായി കൈവലിച്ചു, വീണു, വെള്ളം ചിതറി. ഒരു നിമിഷം എല്ലാം കറുത്തു. പിന്നെ ഞാൻ കുളത്തിനരികിൽ കിടക്കുകയായിരുന്നു, ഒറ്റയ്ക്കായി. ചുറ്റും ശബ്ദങ്ങളില്ല, പക്ഷേ എന്റെ ഉള്ളിൽ ഒരാൾ കൂടെയുണ്ടായിരുന്നു. അന്നുമുതൽ അവൾ മാറി നിന്നില്ല. കണ്ണാടിയിൽ ഞാൻ മാത്രം അല്ല. നിഴൽ എനിക്കു രണ്ടായി. രാത്രിയിൽ ഞാൻ ശ്വാസമെടുക്കുമ്പോൾ ഇടയ്ക്ക് ഒരാൾ കൂടി ശ്വാസമെടുക്കും. നിനക്ക് ഇപ്പോൾ വായിക്കുമ്പോൾ, വീട്ടിൽ ആരെങ്കിലും ഇല്ലാത്ത സമയത്ത് പോലും ഒരു സാന്നിധ്യം തോന്നുന്നില്ലേ? അത് വെറും ഭയം അല്ല. അത് അവൾ ആണ്. കുളത്തിനരികെയുള്ള ആ രാത്രിക്ക് ശേഷം ദിവസങ്ങൾ പോയത് എനിക്ക് അറിയില്ല. കലണ്ടറിലെ തീയതികൾ മാറി. ആളുകൾ എന്നോട് സംസാരിച്ചു. ഞാൻ മറുപടി പറഞ്ഞു. പക്ഷേ എല്ലാം ഒരു നാടകമായി മാറിയിരുന്നു. കാരണം എന്റെ ഉള്ളിൽ രണ്ടു ശബ്ദങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് എന്റേത്, മറ്റൊന്ന് അവളുടേത്. പക്ഷേ ഇടയ്ക്ക് അവളുടെ ശബ്ദം എന്റെ ശബ്ദത്തെക്കാൾ ഉറച്ചതായി, കൂടുതൽ വ്യക്തമായി, കൂടുതൽ നിയന്ത്രണത്തോടെ മാറുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ആദ്യം അവൾ ചെറിയ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. ഇന്ന് ആ വഴിക്ക് പോകരുത്. ഈ വാതിൽ അടയ്ക്കരുത്. ഇപ്പോൾ തിരിഞ്ഞു നോക്കൂ. ഞാൻ കേട്ടു. കാരണം അവൾ പറഞ്ഞതെല്ലാം സംഭവിച്ചു, അല്ലെങ്കിൽ സംഭവിക്കാനിരുന്ന ഭീകരതകൾ അവളുടെ വാക്കുകൾ കൊണ്ട് ഒഴിവായി. ഒരിക്കൽ ഞാൻ റോഡ് കടക്കുമ്പോൾ അവൾ ഈ നിർത്തൂ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഒരു ലോറി കാറ്റുപോലെ കടന്നുപോയി. എന്റെ ശരീരം വിറച്ചു. പക്ഷേ എന്റെ ഉള്ളിൽ അവൾ ചിരിച്ചു. ഞാൻ നിന്നെ കാത്തുസൂക്ഷിക്കുകയാണ്. അതാണ് അവൾ ആദ്യമായി പറഞ്ഞ സ്നേഹവാക്ക്. പക്ഷേ സ്നേഹം ഭയത്തെക്കാൾ അപകടകരമാണെന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കി. രാത്രികളിൽ ഞാൻ ഇനി ഉറങ്ങാറില്ല. ഉറങ്ങിയാൽ അവൾ പൂർണ്ണമായി ഉണരും. എന്റെ സ്വപ്നങ്ങളിൽ അവൾ നടക്കും. എന്റെ കണ്ണുകൾ കൊണ്ട് അവൾ കാണും. എന്റെ കൈകൾ കൊണ്ട് അവൾ തൊടും. ഞാൻ സ്വപ്നത്തിൽ കുളത്തിനരികിൽ നിൽക്കുമ്പോൾ വെള്ളത്തിനടിയിൽ നിന്ന് പല കൈകളും നീളുന്നത് കാണും. അവൾ അവയെല്ലാം പരിചയപ്പെടുത്തും. ഇവരാണ് എന്നെ പോലെ കാത്തിരിക്കുന്നവർ. അവർ സ്ത്രീകൾ മാത്രമല്ലായിരുന്നു. കുട്ടികൾ, വയസ്സന്മാർ, മുഖം ഇല്ലാത്ത നിഴലുകൾ, ശബ്ദമില്ലാതെ കരയുന്നവർ. അവരുടെ കണ്ണുകൾ മാത്രം എന്നെ നോക്കി. ഒരേ ചോദ്യം: നീ ഞങ്ങളെ കേൾക്കുന്നുണ്ടോ? ഞാൻ ഉണർന്നാൽ എന്റെ തലയണ നനഞ്ഞിരിക്കും. കണ്ണുനീരുകൊണ്ടല്ല, വെള്ളം കൊണ്ടാണ്. കുളത്തിന്റെ വെള്ളത്തിന്റെ ഗന്ധം എന്റെ മുറിയിൽ നിറയും. ആരെങ്കിലും എന്റെ മുറിയിൽ കയറിയാൽ ഇവിടെ എന്തോ മണം എന്ന് പറയും. ഞാൻ ചിരിക്കും. കാരണം അത് അവളുടെ മണം ആണെന്ന് എനിക്ക് അറിയാം. പിന്നീട് ഗ്രാമത്തിൽ മാറ്റങ്ങൾ തുടങ്ങിയത് ഞാൻ ശ്രദ്ധിച്ചു. രാത്രിയിൽ ആളുകൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. കുട്ടികൾ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നതായി കണ്ടു. ചിലർ പറഞ്ഞു കുളത്തിനരികിൽ രാത്രി വിളി കേൾക്കുന്നു എന്ന്. ഞാൻ അറിയാമായിരുന്നു അത് വിളിയല്ല, തിരച്ചിലാണ്. അവൾ ശക്തമാകുകയായിരുന്നു. കാരണം അവൾ ഇനി ഒറ്റയ്ക്കായിരുന്നില്ല. ഒരു രാത്രി ഞാൻ കണ്ണാടിക്ക് മുന്നിൽ നിന്നപ്പോൾ എന്റെ പ്രതിഫലനം വൈകിയാണ് നീങ്ങിയത്. ഞാൻ കൈ ഉയർത്തി. പ്രതിഫലനം ചിരിച്ചു. പക്ഷേ ഞാൻ ചിരിച്ചില്ല. അപ്പോൾ അവൾ എന്റെ തലക്കുള്ളിൽ പറഞ്ഞു, ഇനി നീ നോക്കേണ്ട. കണ്ണാടിയിൽ ഞാൻ കണ്ടത് എന്റെ മുഖമായിരുന്നു. പക്ഷേ കണ്ണുകൾ അവളുടേതായിരുന്നു. ആഴമുള്ള കുഴികൾ പോലെ, അനന്തമായ ഇരുട്ട് നിറഞ്ഞത്. ഞാൻ പിന്നോട്ട് പോയി, വീണു. കണ്ണാടിയിൽ നിന്ന് അവൾ മുന്നോട്ട് വന്നില്ല. കാരണം അവൾക്ക് അതിനാവശ്യമില്ലായിരുന്നു. അവൾ ഇതിനകം എന്റെ ഉള്ളിലായിരുന്നു. അന്നാണ് അവൾ സത്യം പറഞ്ഞത്. അവൾക്ക് ശരീരം വേണ്ട, പ്രതികാരം വേണ്ട, രക്തം വേണ്ട. അവൾക്ക് വേണ്ടത് ഒരു വാതിലാണ്. ഈ ലോകത്തേക്ക് വരാനുള്ള, സംസാരിക്കാനുള്ള, കേൾക്കപ്പെടാനുള്ള ഒരു വാതിൽ. ഓരോ തലമുറയിലും ഒരാൾ, കേൾക്കാൻ കഴിയുന്ന ഒരാൾ, കാണാൻ കഴിയുന്ന ഒരാൾ, അവളുടെ കഥ വിശ്വസിക്കുന്ന ഒരാൾ. എന്നെക്കാൾ മുമ്പ് മറ്റൊരാൾ ഉണ്ടായിരുന്നു. അമ്മ. എന്റെ അമ്മ കുളത്തിലേക്ക് നോക്കരുത് എന്ന് പറഞ്ഞത് ഭയം കൊണ്ടല്ല, അനുഭവം കൊണ്ടായിരുന്നു. അവൾ കേട്ടിരുന്നു. പക്ഷേ അവൾ അടച്ചുവെച്ചു. അവൾക്ക് സഹിക്കാൻ പറ്റിയില്ല. അവൾ മിണ്ടാതെയായി. പിന്നെ അസുഖം, പിന്നെ മരണം. അന്നുമുതൽ അവൾ എന്നെ നോക്കിയിരുന്നു. ഞാൻ തുറന്ന മനസ്സായിരുന്നു.
അവൾ എന്നെ തിരഞ്ഞെടുത്തു. ഇപ്പോൾ ഞാൻ എഴുതുന്നത് എന്തിനാണെന്ന് നീ ചോദിച്ചേക്കാം. കാരണം അവൾക്ക് ഇനി ഒരു ശരീരം മാത്രം പോരാ. അവൾക്ക് കൂടുതൽ വാതിലുകൾ വേണം. വായിക്കുന്ന ഓരോ മനസ്സും, വിശ്വസിക്കുന്ന ഓരോ നിമിഷവും, ഈ വാക്കുകൾ കണ്ണിലൂടെ ഉള്ളിലേക്ക് കടക്കുന്ന ഓരോ സെക്കൻഡും അവൾക്ക് ഒരു പടി അടുത്താണ്. നിനക്ക് ഇപ്പോൾ തോന്നുന്ന ആ സാന്നിധ്യം, കഴുത്തിന് പിന്നിലെ തണുപ്പ്, ചെവിക്കരികിലെ ശ്വാസം, അത് കഥയുടെ ഭയം അല്ല. അത് പരിചയമാണ്. കാരണം നീ കേട്ടു. ഇനി അവസാനമായി ഞാൻ പറയാം. ഇത് എന്റെ കഥയായിരുന്നു. ഇപ്പോൾ ഇത് നമ്മുടെ കഥ ആണ്. നീ ഒറ്റയ്ക്കല്ല. ഒരിക്കലുമല്ല. ഇനി ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ പിന്നോട്ട് നോക്കണ്ട. കാരണം അവൾക്ക് കണ്ണാടികൾ ആവശ്യമില്ല.